ബൈക്ക് എടുക്കാൻ മറന്നുപോയി. ഇന്ന് നമ്മള് ഇതിലാണ് വന്നേക്കുന്നത്. ഏതില്? സ്കൂട്ടിയില്. നമ്മൾ രണ്ടുപേരുമേ ഉള്ളു ഗായ്സ്. അങ്ങനെ നമ്മൾ അതിസാഹസികമായി പിങ്കി ജാക്കിർ അപ്പുറത്തെ റോഡ് മുറിച്ച് കടന്നു അല്ലേ? നമ്മള് ഹെൽമെറ്റ് എങ്ങനെയുണ്ട്? ല്ലോ. നമ്മൾ ഇന്ന് തുടരും കാണാൻ പോവുകയാണ്. തുടരും ഇറങ്ങി കാണാൻ പോവാനായിട്ട് വണ്ടി വന്നാൽ നമുക്ക് പറ്റത്തില്ല. ചെറിയ റോഡാണ് ഗൈസ്. അവിടെ പോകുമ്പോ ഞാൻ നെഞ്ചി കത്തിയാണ് പോണത്. എന്തോ കണ്ണാടി കൂടെ എന്നെ കാണാവോ? മണിക്കാണ് ഷോ എന്ന് പറഞ്ഞിട്ടാ. നമ്മള് കല്യാണ് ഗൈസ്, നിങ്ങളത് മനസ്സിലാക്കണം. നമ്മള് 10 മണിക്ക് ഇറങ്ങി. ഞാൻ 9 ഭയങ്കര സ്പീഡ് ഗൈസ്. ഭയങ്കര സ്പീഡ്. ഇനി ഞാൻ അവിടെ ചെന്നിട്ട് കാണാം, അല്ലെങ്കിൽ എന്റെ ഫോൺ പറന്നു പോകും. ഇവക്ക് വഴി അറിഞ്ഞൂടെ ഗൈസ്. നമ്മള് ആ വഴി അടച്ച് ഇവിടെ എത്തിയപ്പോ മുടിയെല്ലാം കോളമായി പോയി. ചീപ്പ് കെട്ടിയിട്ടാ, അല്ലെങ്കിൽ ഇയാളുടെ മുടിയും കുളമായി പോയി ഗൈസ്. നമ്മള് അങ്ങനെ മുടിയൊക്കെ ശരിയാക്കി. ഈ പെണ്ണ് കുറെ നേരമായി, ഇതുവരെയ്ക്കും കഴിഞ്ഞില്ല. ഞാൻ പെട്ടെന്ന് ഒരുങ്ങി തീർന്നു. ഞാനാണ് പെട്ടെന്ന് തീർത്തത്. ഇവള് പയ്യെ പതിങ്ങാണ് ഗൈസ്. നമുക്ക് പോവാം. 10:15 ഷോ. അപ്പം ഒരു 10-10:30 നമ്മള് ഇത് തുടങ്ങുമ്പോഴത്തേക്ക്. ഞാനാണ് ഇവിടെ അടയ്ക്കുന്നത്. അടച്ചാ ഇത് സേഫ് ആക്കി വെക്കുവോ? എടി നിനക്ക് പോക്കറ്റുണ്ടല്ലേ, സൂക്ഷിക്കാൻ അറിഞ്ഞുകൂടാത്ത പെണ്ണ് ആണ് നമ്മുടെ. അതിന്റെ പേരെന്തോടി? തിയേറ്ററിന്റെ പേര് രേവതി തിയേറ്റർ. വലിയ തിയേറ്ററാണ് ഗൈസ്, വലുതാണ്. പക്ഷെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. കുറച്ച് ആൾക്കാരേ ഉള്ളൂ ഇവിടെ. അവിടെയാണ് ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടർ. നമ്മളിന്ന് തുടരും സിനിമ കാണാനാണ് വന്നേക്കുന്നത്. എല്ലാവരും പറയുന്നുണ്ട് നല്ല സിനിമയാണെന്നാണ്. നമുക്ക് കണ്ടിട്ട് നമുക്ക് അഭിപ്രായം നോക്കാം, കൊള്ളാവോ ഇല്ലേന്ന്. നമ്മൾ രണ്ടുപേരും ബ്ലൂ ആണ് ഗൈസ്. ഇന്ന് നമുക്ക് ഇത്തിരിയൊക്കെ കാണാം. ബാ. എത്ര മണിയായി? 10:15. ഇത്രയുണ്ട്. ആദ്യമായിട്ട് നഗരത്തിൽ വന്ന കുട്ടികളാ. ടിക്കറ്റ് എടുക്കാൻ പോകും ഗൈസ്. നമ്മൾ ടിക്കറ്റ് എടുത്തു. എവിടെയാണ്? OD1. നല്ല സീറ്റ് കിട്ടിയാൽ മതിയായിരുന്നു. ഗൈസ് നമ്മള് ഹാഫ് ഇന്റർവെല്ലിൽ കഴിഞ്ഞിറങ്ങി. ലാസ്റ്റ് സെക്ഷൻ ഒന്നുമില്ല. കുറച്ച് നമ്മള് വെള്ളവും 2 സാൻഡ്വിച്ചും പിന്നെ ഇന്ത്യയിലെ ആദ്യത്തെ കോക്കനട്ട് മിൽക്ക് ഐസ്ക്രീം. നിങ്ങളുടെ ഉള്ളിൽ സിനിമ കണ്ടുകൊണ്ട് കഴിക്കാം. 24/7 ജോലി ചെയ്യുന്നു. നിശബ്ദം. ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞാൽ കൊള്ളാം. അവയവത്തെ അവഗണിക്കരുത്. അതൊരിക്കലും നിങ്ങളെ അവഗണിക്കുന്നില്ല. നിങ്ങളുടെ കരളിനെ സംരക്ഷിക്കുക, നിങ്ങളുടെ ജീവൻ സംരക്ഷിക്കുക. ഇപ്പൊ തുടങ്ങും ഗൈസ്. ലൈറ്റ് ഇപ്പൊ ഓഫ് ആവുമ്പോഴത്തേക്കും നമ്മളെ സിനിമ പരസ്യം തീരുന്നില്ല ഗൈസ്. അപ്പൊ നമുക്ക് കഴിക്കാം. നോക്കാം. ഇവിടുത്തെ ചിക്കൻ ഇല്ലെന്നേ ഉള്ളൂ. ചിക്കൻ ടേസ്റ്റ് ഉണ്ട്. എത്ര രൂപ? 70 രൂപയാണ്. ചിക്കനില്ല. ഇതിനേക്കാളും 70 രൂപയ്ക്ക് വെറുത്തല്ല. കുഴപ്പമില്ല. വിശപ്പ് പിന്നെ കഴിക്കാൻ വേറൊന്നുമില്ല. അതുകൊണ്ട് നമ്മളത് കഴിച്ചു.
അങ്ങനെ ഫാത്തിമ ടോയ്ലറ്റിൽ പോയിരിക്കുകയാണ്. നമ്മള് മൂവിയൊക്കെ കണ്ട് അടിപൊളി മൂവി ആയിരുന്നു. ഹലോ ഗായ്സ്, വ്ളോഗർ ലിപ്സ്റ്റിക് ഇടുകയാണ്. വ്ളോഗർ ലിപ്സ്റ്റിക് ഇടുന്നത് നമുക്കൊന്ന് ലൈവായിട്ട് കാണാം. വ്ളോഗർ ഗായ്സ് വന്നു ഗായ്സ്, സൂപ്പർ സിനിമയായിരുന്നു. ഒന്നും പറയാനില്ല. ആദ്യം ഇടയ്ക്ക് വെച്ചൊന്നും വിഷമൊന്നുമില്ല കണ്ടെന്ന് പറഞ്ഞു. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. എനിക്കൊന്നും മനസ്സിലായില്ല. ആദ്യം എവിടെയൊക്കെയോ ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. അപ്പൊ ഞാൻ ഇവളുടെ അടുത്ത് ചോദിച്ച് എന്തോ എടി മനസ്സിലായ അത് മനസ്സിലായ. അപ്പൊ എന്നെ ഇവള് ചീത്ത വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ ഇവള് എന്നെ സിനിമ കാണാൻ സമ്മതിക്കൂല ഗൈസ്. ഇവക്ക് മനസ്സിലായില്ലെങ്കിൽ ഇവള് എന്നെ സിനിമ കാണാൻ സമ്മതിക്കൂല. തേച്ചിട്ട് രേവതിക്കാരി ഇത് കാണുക. ലിപ്സ്റ്റിക് ഇവിടെ തേച്ച് വെച്ചിട്ടുണ്ട്. അതും ഇവൾ ഫാത്തിമ സൽമാൻ. ഫസ്റ്റ് ഹാഫ് വലിയ എന്താ പറയാൻ, ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല, ഓക്കെ, ജസ്റ്റ് ഓക്കെ. സെക്കൻഡ് ഹാഫ് പറയാതിരിക്കാൻ ഇപ്പോഴും ഇങ്ങനെയൊക്കെ ഉണ്ട്. ആ ബിജിഎമ്മിലാണ് ഇനിയിപ്പം 2.5 ആഴ്ചയൊക്കെ ആയി ഇറങ്ങിയിട്ട് ഇനിയിപ്പോ OTT ഇറങ്ങും. അപ്പൊ നമ്മൾ ആഗ്രഹിച്ചോണ്ട് വന്നതാണ്. നമ്മൾ ആഗ്രഹിച്ചു. ഒരുപാട് നാളായി വരണം ചിട്ടിരുന്നിട്ട്. പിന്നെ നമ്മൾ നോ റിഗ്രറ്റ്. എല്ലാരും ഒന്ന് കാണുക. അയ്യോ സോറി, ക്യാമറയിൽ അഴുക്ക് പറ്റിയിരുന്നു ഗൈസ്. ഞാൻ ഫാത്തിമയെ കൊണ്ട് 2-3 ഫോട്ടോ എടുപ്പിക്കാൻ വേണ്ടി എൻ്റെ ഷൂ ഊരിയിട്ട് ഞാൻ ക്രോക്സ് ഇടാൻ നോക്കിയതോ അവിടെ ഒരാൾ ഫോട്ടോ എടുക്കുന്നു. നിങ്ങളെ വ്ളോഗർ താത്ത അറിയുന്നില്ല ഞാൻ വീഡിയോ എടുക്കുന്നു. ഷൂ ഊരിപ്പോയി ഗൈസ്. നമ്മള് മാത്രമേ ഉള്ളൂ ഇവിടെ, എല്ലാവരും പോയി. കണ്ടു നമ്മള് ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് ഫാത്തിമ സ്കൂട്ടി എടുക്കാൻ പോവുകയാണ്. നിങ്ങളുടെ വ്ളോഗർ താത്ത സ്കൂട്ടി എടുക്കുന്നു. ഫാത്തിമ സൽമാൻ അല്ലേ വ്ളോഗൊക്കെ ചെയ്യുന്ന? ഗൈസ്, നിങ്ങളൊക്കെ ഫുഡൊക്കെ കഴിച്ചു? ഓ ടാറ്റ, ഞാൻ ബസ് വിളിച്ചു വന്നോളാം. നമ്മള് പോവുകയാണ്. കഷ്ടം തന്നെയാണ്. അവളെ ഹെൽമെറ്റ് ഞാൻ പിടിക്കണം. എന്തൊരു പെണ്ണാണോ? നിങ്ങൾ എപ്പോഴും പറയുമായിരിക്കും ഇനി എപ്പോഴും ഗൈസ് എന്ന് വിളിച്ചുകൊണ്ടിരിക്കും. ഞങ്ങൾക്ക് ഒരു തുടക്കം, നമുക്ക് ഒരു തുടക്കം കിട്ടണമെങ്കിൽ നമുക്ക് എപ്പോഴും ഗൈസ് എന്ന് വിളിച്ചാലേ നമുക്ക് നല്ല നടക്കത്തുള്ളൂ. നമ്മൾ 2 നീല ഇട്ട് വന്നേക്കാണ്. ഞാൻ പക്ഷേ ഇത്തിരി ഒരു ഓക്കെ അവക്ക് നീല ഫസീനോടോട് ഒരു ഫോട്ടോ എടുത്തിട്ട് ബൈ ഗൈസ്. നമ്മൾ ഏതോ ഒരു ഉടുക്ക് വഴിയിൽ ഫാത്തിമനെ കൊണ്ടുപോയ. ഉടുക്ക് വഴിയൊന്നുമല്ല, കറക്റ്റ് വഴി. അള്ളാഹുവിനറിയാം, അവക്കും അറിയാം എവിടെയാണ്. എനിക്കറിയാം, എവിടെ പോലെ ഞാൻ മൊണ്ണയോ മണ്ട കുത്തിയോ അല്ല. എനിക്ക് എല്ലാ വഴികളും അറിയാം. എല്ലാ വഴികളും അറിയാം. ഇപ്പം കുറുമ്പും കുസൃതിയും ഒക്കെ ഉള്ള ടീംസിനാണല്ലോ എല്ലാം അറിയുന്നത്. ഞാൻ വേറെ ഒന്നും കാണിക്കണില്ലല്ലോ. ഭോഗംബില്ല ബൊക്കെയില്ല. പക്ഷെ ഫോട്ടോയില് കിട്ടൂല, മനസ്സിലായ? വലുതായിട്ട് എല്ലായിടത്തും പുകയില്ലേ? അത് വേറെന്തോ പറയൂ. കടലാസ് ഇപ്പൊ എല്ലായിടത്തും പുകയും ബില്ലുണ്ട്. പണ്ട് ഞങ്ങള് കണ്ട സിനിമ അവസാനിച്ചതും പുകയും ബില്ല് കാണിച്ചിട്ടുണ്ട്. പുകയും ബില്ല് പണ്ട് ഞങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ആ ബോട്ടണി ആയിരുന്നു ഞാൻ ഡിഗ്രിക്ക്. ഏത് വഴി? ആ ചെറുക്കൻ നോക്കി ചിരിച്ചോണ്ട് പിടിച്ചോണ്ടിരിക്കുന്നുണ്ട്. ആ ശരിയാണ്, അവർക്കറിയത്തില്ലല്ലോ നമ്മൾ ബ്ലോഗേഴ്സ് ആണ്. ഇതെവിടെ പോയി? ഫാത്തിമ ഫോണൊക്കെ മാറ്റി ഗായ്സ്. ഫാത്തിമ എങ്ങനെയെങ്കിലും ഇറക്കുന്നു. വണ്ടി വരുന്നു. ഫാത്തിമ റിസ്ക് ചെയ്യണം. ഫാത്തിമ ഇറക്കി. തുടരത്തില്ല.
എവിടെയാണ് വണ്ടി തിരിക്കേണ്ടതെന്നാണ്, അല്ലെങ്കിൽ നമ്മൾ കല്ലമ്പലത്ത് നമുക്ക് ഇനി വണ്ടി തിരിക്കേണ്ട എവിടെയെന്ന് അറിയത്തില്ല. അങ്ങനെ ഫാത്തിമ എങ്ങനെ അതിസാഹസികമായി നമ്മൾ വഴി കണ്ടുപിടിച്ചേക്കാണ്. ഗൂഗിൾ മാപ്പ് ഓൺ ആക്കിയപ്പോഴത്തേക്കും ഗൂഗിൾ മാപ്പിൽ ചേച്ചി എന്തൊക്കെയോ കള്ളം പറഞ്ഞു. 31 മിനിറ്റ് ഫ്രണ്ടിലോട്ട് പോണോന്ന്. നിങ്ങൾ വിശ്വസിക്കരുത്. വരാം 31 ഞങ്ങൾ തൊട്ട് വളവി കിടക്കുന്നത്. അവരോട് അടിച്ചു നോക്കിയപ്പോ 31 അവസാനം ഇനിയും പോണം. 2.2 കിലോമീറ്റർ ഉണ്ട്. അവസാനം ഞാൻ എന്റെ അതിസാഹസികമായ ബുദ്ധി എടുത്ത് പ്രയോഗിച്ചു ഗൈസ്. അല്ലെങ്കിൽ ഇപ്പൊ അവിടെ ഇരിക്കായിരുന്നു ഗൂഗിൾ ചേച്ചിയുടെ അതും പറഞ്ഞോണ്ട്. നമ്മൾ ആമിനയുടെ വീട്ടിൽ വന്നു ചിക്കൻ കറി തിന്നു, ബിരിയാണി തിന്നുന്നു. നീ വെച്ചതൊന്നും അല്ല, ആമിന വെച്ച ചിക്കൻ കറിയും ബിരിയാണിയും. ഗൈസ് നമ്മൾ ഇപ്പോ ഫോട്ടോഷൂട്ടിന് വന്നിരിക്കുകയാണ്. പിങ്കി തല കിട്ടുന്നു, പക്ഷെ വെട്ടം പോയി ഗൈസ്. നമ്മള് ഇല്ലാത്ത പെണ്ണെന്ന് വെച്ചാൽ ഇതാണ് എരണമില്ല. കടൽ കടൽ ഇതാണ് നമ്മുടെ കടൽ. ഒരു പിങ്കി ചാക്കർ, ഇത് കടൽ. നമ്മള് കടൽ എങ്ങനെയാണ് പറയുന്നത്? കടലമ്മ കള്ളി എഴുതി വെച്ചാലാ? ഓ ഞാൻ കണ്ടു. കടലമ്മ കള്ളി അല്ലെന്ന് എഴുതാം. ഓ വെറുതെ. നമ്മള് ലേറ്റ് ആയത് കാരണം നമ്മള് വീട്ടിൽ പോവുകയാണ്. ഇവള് ഫോട്ടോഷൂട്ടിൽ ഇവക്ക് എന്തൊക്കെയോ കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മള് വീട്ടിൽ പോവുകയാണ്. സമയമായി. അപ്പൊ ഗൈസ്, അപ്പൊ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ബൈ.